ഇരട്ടക്കൊലയിൽ തീർപ്പ് നാളെ. കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊല കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ പ്രതി ചെയ്തതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം സെഷൻസ് കോടതിയാണ് നാളെ കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ഒന്നര വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് പ്രതിയായ കരിമ്പനാൽ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ, ആയുധം ദുരുപയോഗം ചെയ്യൽ, ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ കുറ്റങ്ങൾ പ്രതി ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. വിചാരണ വേളയിൽ അമ്മയും ബന്ധുക്കളുമടക്കമുള്ള സാക്ഷികൾ കൂറുമാറിയിരുന്നു. എന്നാൽ പ്രധാന സാക്ഷികൾ മൊഴിയിൽ ഉറച്ചു നിന്നതോടെയാണ് കുറ്റം തെളിഞ്ഞത്. കൂടാതെ കൊലപാതകത്തിന് മുൻപ് പ്രതി അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും നിർണായക വഴിത്തിരിവായി. കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രീ പ്ലാൻഡ് ആയിട്ട് തോക്കുമായിട്ട് മുറിയിൽ ട്രസ്പാസ് ചെയ്ത് കയറിയതിനാണ് 449. അതും ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ്. പിന്നെ 506 പാർട്ട് 2 എന്ന് പറയുന്നത് ഈ വെടിവെച്ച ശേഷം അദ്ദേഹം തോക്കുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്തിറങ്ങി അവിടെ നിന്ന് സാക്ഷികളെല്ലാം തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നുണ്ട്. അതിനാണ് 506 പാർട്ട് 2. 2023 ഏപ്രിൽ 24 ആരംഭിച്ച വിചാരണ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പൂർത്തിയായത്. 2022 മാർച്ച് 7 കേസിനാസ്പദമായ സംഭവം. സ്വത്ത് തർക്കത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ ജോർജ് കുര്യൻ സഹോദരൻ രഞ്ജു കുര്യനെയും മാതൃ സഹോദരൻ മാത്യൂസ് കറിയയെയും വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. രഞ്ജു സംഭവസ്ഥലത്തും മാത്യൂസ് കറിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയുമാണ് മരിച്ചത്. 26 സാക്ഷികളിൽ മിക്കവരും കൂറുമാറിയെങ്കിലും പ്രധാന സാക്ഷികൾ മൊഴിയിൽ ഉറച്ചു നിന്നതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വിശ്വാസം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.